ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈസിയായിട്ട് ഉണ്ടാക്കാനും പറ്റും, ഏത് കുട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. 4 മണി ചായക്കൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, അതേമാതിരി തന്നെ കുറച്ച് സവോള, കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യാരറ്റും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊട്ടും തീ എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ ഇനി ഇതിക്കുണ്ടല്ലോ, നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീഫ് ഉണ്ടല്ലോ, നമ്മൾ കറി വെച്ച് എടുത്തതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലെല്ലാം മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കറി വെച്ച് കുറച്ച് ബീഫ് എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടെടുത്തിട്ട് ഉപ്പ് ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് നമ്മളെ ബീഫും മസാലയും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് മയോണൈസാണ് കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടല്ലോ, മയോണൈസ് അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂണ്. പിന്നെ അതാ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബീഫ് ഞാൻ മസാല ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല മാത്രം ഇട്ടെടുത്താൽ മതി കേട്ടോ. കുറച്ച് കുരുമുളകും പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ അങ്ങനത്തെ ഒക്കെ ലേസം മാത്രം ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും മതി. ഇനി നമുക്ക് ഇതുണ്ടല്ലോ, നല്ലോണം ഒരു കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബെന്നെ ഓരോന്നിടത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് ബെന്നുണ്ടല്ലോ, ബെന്നും കൂട്ടി മസാലയും വെച്ച് കഴിക്കാണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒട്ടും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലോ കേട്ടോ. നമ്മളെ രീതിക്കനുസരിച്ച് അടിപൊളി ടേസ്റ്റ് വയ്ക്കണം. അപ്പോൾ അതായത് ബെന്നുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒട്ടും പൊട്ടി പോവാതെ ഇങ്ങനെ സൈഡിലായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ വീഡിയോയിൽ കാണുന്ന മാതിരിക്ക് തന്നെ. അപ്പോൾ അതേമാതിരി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കും. എന്നിട്ടൊന്ന് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഈ മസാല ഇതിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലേ, ഞാൻ ബീഫ് വരട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടുകൊണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണ്ടേ. അപ്പോൾ അത് നമ്മൾ ഉണ്ടല്ലോ, കുറച്ച് ടൊമാറ്റോ സോസിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടല്ലേ, എല്ലാ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തീ എത്തിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ അവർ സ്കൂളിൽ വരുന്ന സമയം ചായ വെക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനല്ലേ ഉള്ളൂ കേട്ടോ. ഈ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതും പെട്ടെന്ന് തന്നെ കൃഷി ചെയ്തെടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അതേമാതിരിക്ക് തന്നെ വെച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ മേലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ബെന്നിൻ്റെ കഷ്ണം, അതേമാതിരിക്ക് തന്നെ വെച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മസാലയിലുണ്ടല്ലോ വെറും മയോണൈസ് മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഷവർമൊക്കെ കഴിക്കില്ല, അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം കുറച്ച് മധുരം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതേമാതിരിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാൻഡ്വിച്ചൊക്കെ കഴിക്കുമല്ലോ, അതൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണ്ട് ഇതേമാതിരിക്ക് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇതിന് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൂടെ അങ്ങനെ തേച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് നല്ലോണം കുറച്ച് വെച്ചിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുണ്ടല്ലോ മുട്ട പതിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കുറേ ഷൈറ്റ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡിലും ലേശം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഗ്യാസ് എല്ലാം കുറച്ചിരിക്കണേ. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ജസ്റ്റ് കുറഞ്ഞ സമയം മാത്രം ഒന്ന് അടിഭാഗവും മേൽഭാഗം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒട്ടും വേവിച്ച് കൂടുതലാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇങ്ങനെ ചൂടാക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ വേവിച്ച് കാണിക്കുന്നത്. അല്ലെങ്കിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ 2 സൈഡ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒരു കുറഞ്ഞ സമയം മാത്രം വെച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രം വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ, നമ്മളിത് വെച്ചിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും കുട്ടികളൊന്നും ചെയ്യുമ്പോൾ ഒട്ടും ഇങ്ങനെ ചെയ്യരുതേ, കൈ വെച്ചിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ഇതേമാതിരിക്ക് ഇത് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൈ പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുകയോ ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും ചെയ്യുന്നതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചൂടിലൊക്കെ എടുക്കുന്നത്. കുട്ടികളൊട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈസിയല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തീയും കൂടെ കത്തിക്കേണ്ട. അപ്പോൾ നമ്മൾ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു A4 കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ മേലൊന്ന് വെച്ചെടുത്തൊരു ചെറീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമോനൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉപ്പ എപ്പോഴും കടയിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോണ്ടല്ലോ പിന്നെ ഇങ്ങനത്തതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു ഇറുക്കിളിമേ ഒരു പിന്നെ ചെറീസൊക്കെ വെച്ചാണ്ട് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതായത് കടയിൽ നിന്നൊന്നും ഒരിക്കലും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു നോക്കുകൊണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.